ഇട്ടിട്ട് നമുക്ക് വഴി നടക്കാൻ പറ്റുന്ന ഒരു റോഡ് ശരിയാക്കി ഇട്ടിട്ട് അവർ ഓരോ റോഡായിട്ട് ശരിയാക്കാത്തത് ഇതെല്ലായിടവും കൂടെ അടക്കി വെച്ചാണ് അവരിത് ചെയ്യുന്നത്. അതെ, ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ? വന്നാൽ കൊള്ളായിരുന്നു. മേയറിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് പോലെ പറയാം, പ്ലീസ്. മാർച്ച് 31 തീരുമെന്ന് പറഞ്ഞതാ, ഇതുവരെ ഒന്നും ആയില്ല. അടുത്ത മാർച്ച് 31 പ്ലീസ്. ഒരുപാട് ആൾക്കാർ ഇവിടെ വീഴുന്നുണ്ട്. മഴയത്തൊന്നും പറ്റില്ല. അതാ ഇപ്പം തന്നെ ഒരു കൊച്ചു അവിടെ വന്ന ജലയിൽ വീണ് സ്കൂൾ വിട്ട് വന്നപ്പോൾ അപ്പോൾ എല്ലാവരും കൂടെ പതുക്കെടുക്കുന്നു. ഇവിടെ കൊണ്ടുവന്ന് അവസാനത്തൊക്കെ കഴുകിയിട്ട് പറഞ്ഞു. അത് കസ്റ്റമറൊന്നും വരുന്നില്ല ഇപ്പോൾ. കമ്പ്യൂട്ടർ സർവീസാണ്. കസ്റ്റമേഴ്സ് ആരും വരാറില്ല ഇപ്പോൾ. പിന്നെ വെറുതെ രാവിലെ വരും. ആരെയും പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇതിൽ വന്ന് വീഴും. രാത്രി പകലേ വീഴും. പിന്നെ രാത്രിത്തെ കാര്യം പറയാം. ഷോപ്പ് നടത്തുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഈ എന്നും ഡെയിലി പോയി വരാനായാലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതിലേ നേരെ വരാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ചുറ്റിക്കിറങ്ങിയാണ് വരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡ് എത്ര നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോൾ ഒരു 3-4 മാസം ആവും തോന്നുന്നു. മാസത്തിൽ പുറത്ത്. അപ്പോൾ എങ്ങനെ ഈ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇത്രയും സ്ഥലം ഒരു ദ്വീപ് പോലെ ആക്കി വെച്ചേക്കുകയാണ്. അത് എന്താണെന്നറിയില്ല. അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെച്ചാൽ കുറേ നാളായി ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു. അതെ അതെ. വെള്ളമൊക്കെ കറക്റ്റാണ് വരുന്നുണ്ടോ? ഇടയ്ക്ക് 1-2 ദിവസം പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഉടനെങ്ങാനും നഗരസഭ ഇത് പെട്ടെന്ന് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാണല്ലോ ഇത്. അപ്പോൾ മേയർ ഇടപെട്ട് ഒരുപാട് ചാനലിൽ വന്നെന്ന് പറഞ്ഞ് ഉടനെ ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷ ഉണ്ടോ? വന്നാൽ കൊള്ളായിരുന്നു. മേയറിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് പോലെ പറയാം, പ്ലീസ്. മാർച്ച് 31 തീരുമെന്ന് പറഞ്ഞതാ, ഇതുവരെ ഒന്നും ആയില്ല. അടുത്ത മാർച്ച് 31 പ്ലീസ് ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തന്നാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എത്ര സമയം എത്ര നാളുകൊണ്ട് ഞങ്ങളിങ്ങനെ എത്ര നാളുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. റോഡ് ശരിയല്ല, മക്കൾക്ക് ഓട്ടോ ഇല്ല, ഓട്ടോറിക്ഷ ഓട്ടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ജീവിക്കാൻ ഈ ഒരു വരുമാനമേ ഉള്ളൂ, വേറെ വരുമാനം ഇല്ല. അപ്പം വലിയ ബുദ്ധിമുട്ട് തന്നെ. അവരിതാ എല്ലാം കൂടെ ഒന്നടം പാടാക്കിയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ വയസ്സായവർക്ക് അമ്പലത്തിൽ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. എത്ര മാസം കൊണ്ട് ഇത് തുടങ്ങിയ കാര്യമാണ്. ഇന്നേ വരെ നമുക്ക് ഒരു കാര്യവും അവർ ശരിയാക്കിയിട്ടില്ല. ഒരു റോഡെങ്കിലും നല്ലതുപോലെ ഇട്ടിട്ട് നമുക്ക് വഴി നടക്കാൻ പറ്റുന്ന ഒരു റോഡ് ശരിയാക്കി ഇട്ടിട്ട് അവർ ഓരോ റോഡായിട്ട് ശരിയാക്കാത്തത് ഇതെല്ലായിടവും കൂടെ അടക്കി വെച്ചാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അത് മനുഷ്യർക്ക് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. തന്നെ പാവങ്ങളെ കഷ്ടം അവരാരും അറിയുന്നില്ലല്ലോ. പാവപ്പെട്ടവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അവർക്ക് പണം ഉള്ളതുകൊണ്ട് അവർക്ക് എന്തും ശരിക്ക് അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ട്. നമ്മളെ പോലുള്ള കുറേ പാവങ്ങൾക്ക് ഒരു രക്ഷയും ഇല്ലാത്ത ജീവിതമാണ്. വീടുകളിൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ ഘട്ടം തന്നെ. നമ്മൾ ജോലിക്കൊക്കെ പോയാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. വീട്ടു ജോലിക്കും അതിനും ഇതിനുമൊക്കെ വളരെ ഘട്ടം തന്നെയാണ് മോനെ. അല്ല, ഞാനിവിടെ സർവീസാണ്. അതെ അതെ. ബുദ്ധിമുട്ട് 2 മാസം കൊണ്ട് 2.5 മാസം കൊണ്ട് അനുഭവിക്കുകയാണ്. ഡെയിലി ഇത് തന്നെയാണ്. കുഴിക്കും മൂടും ഇന്ന് ഇത് തന്നെ. അത് കസ്റ്റമറൊന്നും വരുന്നില്ല ഇപ്പോൾ. കമ്പ്യൂട്ടർ സർവീസാണ്. കസ്റ്റമേഴ്സ് ആരും വരാറില്ല ഇപ്പോൾ. പിന്നെ വെറുതെ രാവിലെ വരും. പിന്നെ നമ്മളെ സ്ഥിരം കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അത്രേ ഉള്ളൂ. അതെ അതെ അതെ. അവിടെ അതുപോലെ തന്നെ ഈ റോഡിൽ താമസക്കാരും എല്ലാം കംപ്ലീറ്റ് അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്യണത്. പക്ഷേ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 15-ാം തീയതി ലാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അത് നടക്കും. 15-ാം തീയതി തീരും തോന്നുന്നുണ്ട്. ഇല്ല അങ്ങനെ ഇതാകണ്ടല്ലോ. ഒരിക്കലും ഇല്ല. എന്നിട്ട് അവർ ജനങ്ങളെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറ്റിക്കുകയാണ്. പല ആൾക്കാരും അത് വിശ്വസിക്കുന്നു. അതെ അതെ, ശരിക്കും അങ്ങനെ തന്നെയാണ്. ഇത് കുറച്ചുകൂടെ മുമ്പ് തുടങ്ങിയിരുന്നെങ്കിൽ മഴയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് ആവും. ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക് നടന്നു പോകാനൊക്കെ? നമുക്ക് ഇപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ നാട്ടുകാരൊക്കെ മൊത്തം ബുദ്ധിമുട്ടാണിത്. അത് ഇപ്പോൾ അവിടെ ഇട്ട് അവർ അടിയിലിട്ട പൈപ്പ് അവിടെ അപ്പുറത്ത് പൊട്ടി. ഇപ്പോൾ രണ്ടാമത് കുഴിക്കുന്നുണ്ട് അവിടെ. മൊത്തത്തിൽ പ്രശ്നമാണ് ഇവിടെ. ഒരുപാട് നാളായി. ഇനി എത്ര നാൾ കൂടെ ഇനി കഴിയുമെന്നുള്ള ഒന്നും അറിയാൻ വരിക. ഒരറ്റത്തുനിന്ന് ശരിയാക്കി വരുന്നു, വേറെ അറ്റത്തുനിന്ന്
പൈപ്പ് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ അറിയില്ല ഇനി ക്വാളിറ്റി ഉള്ളതാണോ ഇല്ലാത്തതാണോ. അവർ പറയുന്നത് അത് ഊരിപ്പോയെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് പൊട്ടിയതാണെന്ന്. അവിടെ തോണ്ടുന്നുണ്ട്, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. ഒരുപാട് ബുദ്ധിമുട്ട് നമുക്ക് മഴ സമയത്തായാലും ഇപ്പോഴായാലും പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എത്ര നാളായി കാണും? ഒരുപാട് നാളായില്ലേ? ഒരു 6 മാസത്തിൽ കൂടുതലായി. 6 മാസത്തിൽ കൂടുതലായി. ഇപ്പം വീട്ടിലൊക്കെ വെള്ളമൊക്കെ കറക്റ്റായി കിട്ടുന്നുണ്ടോ? ഇവിടെ പൈപ്പ് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഉണ്ടെങ്കിൽ വെള്ളമില്ല, വെള്ളം ഉണ്ടെങ്കിൽ കറണ്ട് ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രിയായാലും പകലായാലും നടന്നു പോകാനോ അല്ലെങ്കിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പം നേരത്തെ ഒരു കുട്ടിയൊക്കെ ഇതിൽ നടന്നു വന്നപ്പോൾ വീണെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ ഇവിടെ വീഴുന്നുണ്ട്. അപ്പം ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഉടനെ ഒരു തീരുമാനം നഗരസഭയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിലും പ്രതീക്ഷ അങ്ങനെയാണ്. എല്ലാം നന്നായി നടക്കട്ടെ. ഹോട്ടലെല്ലാം അടച്ച് ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് കച്ചവടം പോയി. ഏത് അപ്പം ആഹാരമൊക്കെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അതും തുറക്കത്തില്ല സമയത്ത്. പിന്നെ വല്ല ബിസ്ക്കറ്റ് ബ്രെഡ് എന്തെങ്കിലുമൊക്കെ തന്നെ രാത്രി ഒരു മാറ്റം വരും ഉടനെ കാണാം. ഇതിപ്പോൾ ഒരു പറയുന്ന സ്മാർട്ട് സിറ്റിയിലിപ്പം ഇപ്പം ഇന്നിപ്പോൾ പത്രത്തിൽ കിടപ്പുണ്ട് എത്ര റോഡ് ഓപ്പൺ ചെയ്യണമെന്ന്. ഇതുണ്ടോ ഇവിടെ തുടങ്ങണം, ഇപ്പം ഇത് ചെയ്യാനായിട്ട് തുടങ്ങണതേ ഉണ്ട്. ഇവിടെ ഈ കുഴി ഇങ്ങനെ കിടക്കുന്നത്. അത് മാത്രമല്ല ഇവർ നേരത്തെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ അത്രയും കുളം പോലാണ്. ഇതിപ്പം ഒരു വർഷം വരെ ആയി. ഒരുപാട് പറഞ്ഞു. ഇത് എന്തെങ്കിലും ഒരു മാറ്റം വരും ഇതിന് വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം എത്ര പെട്ടെന്ന് ഒരാഴ്ചക്കകം ഇത്ര ആക്കി അവര് മൊത്തം കുളമായി കിടക്കുന്നു. ഇപ്പം മഴ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. സ്മാർട്ട് സിറ്റിയുടെ ഒരു പദ്ധതിയാണ്, മാർച്ചിൽ തീരുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ തീർന്നില്ല, തുടങ്ങിയതേ ഉള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ നടക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ആയെന്നാണ് പറയാം. ഒരാഴ്ച ഒന്നും എത്തിയിട്ടില്ല. ഒരിടം കുഴിക്കുമ്പോൾ അടുത്തിടം നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ കോളനിക്കകത്തായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അല്ല, പണ്ടത്തെ പോലെ അല്ല. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ. ചേച്ചിമാർക്കാ ഇത് ബുദ്ധിമുട്ട്. അതെ, ഇപ്പൊ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ ഇത്? അല്ല, ഇതൊരു നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ പ്രായമുള്ള ആൾക്കാരൊക്കെ? നിങ്ങൾക്ക് ഇപ്പം യങ്സ്റ്റേഴ്സൊക്കെ ആയതുകൊണ്ട് നടന്നു പോകാനൊന്നും വലിയ പാട് കാണത്തില്ല. ഇപ്പോൾ ഇതിന് ഇവിടെയാണോ സ്ഥലം? ഇവിടെ തന്നെയാണോ? അല്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വന്നതാണോ? ഇപ്പോൾ എങ്ങനെ ഉണ്ട് ഇത് കണ്ട്? എവിടെ സ്ഥലം എവിടെയാണ്? കോട്ടയം പോലെയാണോ ഇവിടെ? ഇതിപ്പോൾ ഈ റോഡിൻ്റെ ഈ ഇങ്ങനെ കിടക്കുന്നു, ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്. ഒരുപാട് ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ ഒരുപാട് നാളായി. അല്ല, പുരോഗതി എന്ന് പറഞ്ഞാൽ പണി ചെയ്യുന്നു. അവർ പണി ചെയ്തൊരു മഴ വിട്ടും വീണ്ടും പൈപ്പ് പൊട്ടക്കവും ഇതൊക്കെ തന്നെ പണികൾ ബുദ്ധിമുട്ടാണ്. പക്ഷേ പൊട്ടി, അതാദ്യം പണി ചെയ്തിട്ട് പോയ പൈപ്പാണ്. അത് വീണ്ടും പൊട്ടി. അത് അതുകൊണ്ടല്ല, ഇവരുടെ ഈ ലൂസ് മണ്ണാണ്. ലൂസ് മണ്ണ് അതിൽ നമ്മൾ ACB ഇറങ്ങിയ സമയത്ത് കൊണ്ട് താന്നതാണ്. അപ്പോൾ പൊട്ടിപ്പോൾ അതായത് അത്രയും ഉറപ്പിച്ച് അവർ അപ്പുറത്തെ ലൈനാണ്, ക്രോസ് ചെയ്ത ലൈനാണ്. അത് ഒരുപാടടുത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പുറത്തെ ആ കോവിലിൻ്റെ ഫ്രണ്ടിലും ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലാണ്. ഒരുപാട് ബുദ്ധിമുട്ട്. ഇതെല്ലാം വരുന്നവരടുത്തൊക്കെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ പറയാൻ മാത്രം പറ്റുള്ളൂ. അല്ലാതെ അത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ പണി തീർന്നാലും വന്ന് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് അവർ ഇത് തന്നെ പറയാം, ഉടനെ തീരും, ശരിയാക്കി ഈ ആഴ്ച തീരും, അടുത്ത ആഴ്ച തീരും. ഒരു നല്ല സമയം 2 മാസത്തിന് പുറത്തായി. ഒരുവിധം അവർ വേണേൽ ഏകദേശം ആയി. 2-3 ദിവസം കൊണ്ട് അതിന് മെറ്റീരിയൽ നേടിച്ചിട്ട് അറിയാനുള്ള സൗകര്യം ചെയ്യുമെന്ന് പറയണം. മഴയത്തൊന്നും പറ്റില്ല. അതാ ഇപ്പം തന്നെ ഒരു കൊച്ചു അവിടെ വന്ന ചെറിയ വീണ് സ്കൂൾ വിട്ട് വന്നപ്പോൾ. അപ്പോൾ എല്ലാവരും കൂടെ പതുക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഫാൻ്റൊക്കെ കഴുകിയിട്ട് പറഞ്ഞയച്ചു. പിന്നെ പുഴയെന്ന് പറഞ്ഞ് നടക്കാനുള്ള ബുദ്ധിമുട്ട്. കാര്യം വയസ്സായവർ നമ്മളെ പോലെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാടുണ്ട്. ആ ഹോസ്പിറ്റലാണ് വരുന്നവർ പിള്ളേരൊക്കെ ആണെങ്കിൽ അവരും വയ്യാതെയൊക്കെയാണ് വരും. പിന്നെ തിരിച്ച് അവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഈ ടാറിട്ട റോഡിൽ കൊണ്ടാക്കുന്നത് നമ്മളാണ്. ഹോസ്പിറ്റലിൽ വരണം. അത്ര ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് എല്ലാവർക്കും വേണ്ടിയല്ലേ, പൊതുജനത്തിന് വേണ്ടിയുള്ള ആ ബുദ്ധിമുട്ട്. എന്നാൽ അറിവുള്ള ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്.
പറഞ്ഞു. അപ്പോൾ എത്ര നാളാകുമ്പോൾ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? കിടക്കാൻ തുടങ്ങി 2-3 വർഷമായെന്ന് തോന്നുന്നത്. ഉടനെ ശരിയാവുമായിരിക്കും ഇത്. ഇപ്പോൾ നഗരസഭയുടെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയിൽ പെടുന്ന അത് പെടുന്നതാണിത്. അത് ഉടനെ ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ പണികൾ നടക്കുന്നുണ്ട്, ശരിയാവുമായിരിക്കും ഉടനെ. ചാനലുകാരൊക്കെ വന്നായിരുന്നു. ഒരുപാട് പേര് വന്നു. ഏഷ്യാനെറ്റുകാർ വന്ന്, വേറെ 1-2 ചാനലുകാർ വന്ന് അവർ ചാനലിൽ കൊടുക്കുകയും ചെയ്തത്. പക്ഷേ ഇതുവരെയ്ക്കും ഇതുവരെയ്ക്കും ഒരു അർമ്മാവമായില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പണി ആവുന്നില്ലല്ലോ. ഇങ്ങോട്ട് അതുകൊണ്ട് അവിടെ പൈപ്പ് വീണ്ടും പൊട്ടി കണ്ടില്ലായിരുന്നു, കുട്ടി എന്തോ രാവിലെ വീണ്. അത് സ്ഥിരമായിട്ടുള്ളത് തന്നെ. പോകാൻ പറ്റും, ആരെയും പോകാൻ പറ്റില്ല. ആരെങ്കിലും ഇതിൽ വന്ന് വീഴും. രാത്രി പകലേ വീഴും, പിന്നെ രാത്രിയിലത്തെ കാര്യം പറയാം. ആ മെഷീൻ വന്നതാണ്. അത് ഫാക്ടറി വന്ന് ഇവിടെ വന്ന് അത് ഈ മണ്ണ് നീക്കിയിട്ടതേ ഉള്ളൂ. അതിൻ്റെ വെയിറ്റ് കൊണ്ടാണെന്ന് തോന്നുന്നത് പൊട്ടിയത്. ഇനി അത് അടി പൊട്ടിയതാ ഈ സൈഡിൽ നിന്ന് ഊരിയതാണെന്നും അറിയില്ല. ഇനി ഇത് മൊത്തം കുഴിച്ച് രണ്ടാമത് മണ്ണ് എടുത്തെങ്കിൽ അതറിയാൻ പറ്റുമല്ലോ എവിടെയാണെന്ന്. പക്ഷെ കൊടുത്തിരിക്കുന്ന മോഡലാണ്. അതിൽ ഈ ഹെവി വണ്ടി ഇതിൻ്റെ പുറത്തൂടെ, ചല്ലിയുടെ പുറത്തൂടെ വരുമ്പോൾ അത് പടപട പൊട്ടും. പ്ലാസ്റ്റിക്കാണിത്. 2-3 ഇഞ്ച് താഴ്ന്ന് പോയിട്ട് അതിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അത് ഹെവി വണ്ടി ഇതിൻ്റെ പുറത്തൂടെ പോകുമ്പോഴത്തേക്ക് ഈ പൈപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ, ഇത് പൊട്ടിപ്പോകും.